ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ നിവിൻ പോളി ചിത്രം ബേബി ഗേൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ വർമ്മ അണിയിച്ചൊരുക്കിയ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയുടെ ഞായറാഴ്ച ദിവസമായിട്ടുള്ള നേരത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സർവമായ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയുടേതായിട്ട് 2026 തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്ന ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ അത്ര നല്ല തുടക്കമല്ല കിട്ടിയിരിക്കുന്നത്. നിവിൻ പോളിക്കൊപ്പം തന്നെ ലിജോ മോൾ ജോസ്, ജാഫർ ഇടുക്കി, അസീസ് നെടുമങ്ങാട്, അതിഥി രവി, സംഗീത് പ്രതാപ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഗരുഡൻ എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം അരുൺ വർമ്മയാണ് ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ബോബി സഞ്ജയ് ടീമിന്റെ മികച്ച തിരക്കഥയോടെയായപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാകുമെന്നാണ് സിനിമാ പ്രേമികൾ വിചാരിച്ചത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ജസ്റ്റിസ് സ്റ്റീഫൻ അണിയിച്ചിരിക്കിയ ചിത്രത്തിന് ഞായറാഴ്ച ദിവസത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 94 ലക്ഷം രൂപയോളമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. വെള്ളി ശനി ദിവസങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബേബികളിന് കുറച്ചുകൂടെ കളക്ഷൻ ഉയരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന് വലിയ കളക്ഷൻ ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ചിത്രത്തിന് ആദ്യം 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 3.25 കോടി രൂപയോളമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന് വർക്കിംഗ് ഡേ ആയിട്ടുള്ള ഇന്ന് വലിയ തരംഗങ്ങളൊന്നും തന്നെ ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ബുക്കിങ്ങിന് ചിത്രത്തിന് വലിയ രീതിയിൽ ഒരു ഉയർച്ച വന്നിട്ടില്ല. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കാൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി. അപ്പോൾ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ വൻ വിജയമായിട്ട് മാറുന്നതാണോ പരാജയമായിട്ട് മാറുന്നതാണോ നിങ്ങൾ വിശ്വസിക്കുന്നതുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.